ഈ കാലഘട്ടത്തിലെ ഏറ്റവും മാനുഷിക പരിഗണനയുള്ളൊരു വാർത്ത ഇന്ന് വൈകുന്നേരം കിട്ടിയത് ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് യുദ്ധരംഗത്തെ വാർത്തകളിലേക്ക് പോകാം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയ്ക്ക് യുടെ വക സംഭാവനയായി അടിയന്തര സഹായമായി $10 മില്യൺ നൽകാൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുന്നു. അത്യാവശ്യ സാധനങ്ങൾ കൊളംബിയയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും തുടക്കം കുറിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഔദാര്യം നിറഞ്ഞ ഒരു സമീപനമായി ഇത് മാറുകയാണ്. ഇറാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ലോകം മുഴുവനും വാർത്തയായി മാറുകയാണ്. പേർഷ്യൻ ഗൾഫിലുള്ള കിഷം ഐലൻഡിനോട് ചേർന്നുള്ള കടൽ ഭാഗത്ത് എണ്ണച്ചോർച്ച ഉണ്ടായിരിക്കുന്നു, പരിസ്ഥിതിക്ക് കോട്ടം പറ്റിയിരിക്കുന്നു, അവിടുത്തെ ജലാശയങ്ങളിൽ പ്രശ്നങ്ങളായിരിക്കുന്നു. ഇതിന് കാരണം ആരൊക്കെയാണോ അവരൊക്കെ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇറാൻ പങ്കുവച്ചിരിക്കുന്നത്. അനധികൃതമായി ഹോർമൂസിലൂടെ കപ്പലുകൾ എണ്ണയുമായി കടന്നു പോകുന്നത് ഗൾഫ് ഓഫ് ഒമാനെയും പേർഷ്യൻ ഗൾഫിനെയും നശിപ്പിക്കുന്ന തരത്തിലായി മാറിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഈ എക്സ് മെസ്സേജിലൂടെ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്കാണ് എന്ന രൂപത്തിൽ അമേരിക്കൻ സേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളമാണ്, പൊള്ളയാണ് എന്ന് ഇറാൻ വാദിക്കുന്നു. ഇറാൻ്റെ അപ്രൂവലും നിയന്ത്രണവുമില്ലാതെ ഒരൊറ്റ കപ്പലും ഹോർമൂസ് വഴി കടന്നു പോകുന്നില്ല എന്ന് ലോകം തിരിച്ചറിയണമെന്നും ഇറാൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും വൈകുന്നേരം ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് വലിയ വാർത്താ പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ കൈവരിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പരാജയം ഫേക്ക് ന്യൂസിനേക്കാൾ മാരകമായ തരത്തിലായി മാറിയിരിക്കുകയാണ് എന്നാണ് അബ്ബാസ് അറക്ചി പറയുന്നത്. എന്നാൽ ഈ പ്രസ്താവനയൊക്കെ തിരിച്ചടിച്ചുകൊണ്ട് അമേരിക്കയും പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഹെക്സത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഹോർമൂസിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശമാണ്. എത്ര കാലം ഈ നിയന്ത്രണം കൊണ്ടുപോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നോ അത്രയും കാലം അവിടെ ഈ ബ്ലോക്കേഡും നിയന്ത്രണവും തുടരുമെന്നാണ് ഹെക്സത്തിൻ്റെ ഭാഷ. യുദ്ധത്തിൻ്റെ വാർത്തകൾ അങ്ങനെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് സൗദി അറേബ്യയുടെ ജസാൻ ഭാഗത്തുള്ള അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് മേൽ ഹൂത്തി വിഭാഗം ആക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നു. 2 ഡ്രോണുകൾ ഈ റിഫൈനറിൽ പോയി തറച്ചു എന്ന് ഹൂത്തികൾ തന്നെ പറയുന്നു. എന്നാൽ സൗദി അറേബ്യ ഇക്കാര്യത്തെക്കുറിച്ച് ഔപചാരികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഷാർജ മലീഹ ഭാഗത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും ഇന്നും മഴ കിട്ടിയോ? ഷാർജയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലീഹ മുതലുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം കിട്ടിയെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ, ചിത്രങ്ങൾ ഒക്കെ വരികയാണ്. മാത്രമല്ല ഇതിൻ്റെ അതിശയമായിരിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്നിങ്ങനെ മഴ കിട്ടിയെന്ന് പറയുന്ന ഒരു ഭാഗം, മറുഭാഗത്ത് ഇപ്പോൾ അലൈനിലും ദഫ്രയുടെ ഭാഗത്തും ഒക്കെ 50.9 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയെന്ന വാർത്തയും യുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. മാത്രമല്ല നാളെ രാത്രിയും അല്ലറ ചില്ലറ മഴയുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും സൂചന നൽകിയിട്ടുണ്ട്. Night updates supported by ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, Hashim Hypermarket.